ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മീൽ മേക്കർ ഫ്രൈ ആണ്. ചിലർക്കെങ്കിലും സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാകും. പക്ഷേ ഇതുപോലൊരു സോയ ഫ്രൈ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ഇത് മാറും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സോയ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കാം. ഒരു 2 കപ്പ് അളവിൽ വെള്ളം ചേർക്കാവുന്നതാണ്. കൂടെ ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടും നമുക്ക്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. പകുതിയോളം അളവിൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകി 2-3 വെള്ളത്തിലൊന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് പിഴിഞ്ഞ് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. ആ ഒരു കളർ കൊടുക്കും. എരിവ് കുറവായിരിക്കും. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. കൂടെ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൊടിച്ചതും കൂടി. ഗരം മസാലയുടെ അളവ് ഒരുപാട് കൂടിപ്പോകരുത് കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ തൈരും കൂടി. നല്ല അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ഈ ഒരു സമയം മതിയാവും. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സോയ ഫ്രൈ ആണ് കേട്ടോ ഇത്. എന്നാലേ വളരെ രുചികരവുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ആ സോയ ചങ്ക്സിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരായിരിക്കും പലരും. അങ്ങനത്തെ ആ ഒരു ഫ്ലേവർ ഒന്നും നമ്മൾ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്ന് ഒട്ടും തന്നെ ഉണ്ടാകില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പച്ചരിപ്പൊടിയാണ്, അതും കൂടി ചേർക്കാം. ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ ചേർക്കണം എന്നുള്ളവർക്ക് കോൺഫ്ലോറും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒറ്റയായിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിയ സോയ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ 2 പീസാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞിടാവുന്നതാണ്. എങ്കിൽ മാത്രമേ ആ മസാല കംപ്ലീറ്റ് ആയിട്ട് അതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മസാല എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു 15 മുതൽ ഒരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സോയ ചങ്ക്സിൽ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. എന്നാൽ ശരി, അല്പസമയം ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചധികം എണ്ണ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാം തന്നെ ഒരുമിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്കൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. 30 സെക്കൻഡിന് മുമ്പ് നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മസാല കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലൊന്ന് പടർന്നു പോകും. അതിൻ്റെ പേരിലാണ് ഒരല്പ സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഒരു 2-3 മിനിറ്റ് മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യരുത്. എങ്കിൽ പിന്നെ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ ഹാർഡായി പോകും. അതിൻ്റെ പേരിൽ അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. ഇതിപ്പോൾ 2-3 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വകന്നിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടാൽ അതൊന്ന് പൊട്ടിത്തെറിക്കും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ടുള്ള എണ്ണയെല്ലാം ടിഷ്യൂ പേപ്പർ ഒന്ന് വലിച്ചെടുക്കും. വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ ചങ്ക്സ് ഫ്രൈ ആണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുകളിലായിട്ട് ഒരല്പം നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ്.
ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.